പാർട്ടി കൊണ്ട് തന്നെ എല്ലാ ഉപകാരങ്ങളും അവിടെ ഉള്ളൂ. അന്നത്തെ ഇലക്ഷനിൽ 70 സീറ്റിൽ 49 കേരളത്തിലും വരും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ. മന്ത്രിമാർ പോലും അവര് ജയിലിനകത്തായി. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥ അഥവാ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കുകയാണ്. ആര് വിൻ ചെയ്യും? AAP പാർട്ടി അവിടെ ദീർഘനാളിരുന്നു, കോൺഗ്രസ് പാർട്ടി ദീർഘനാൾ ഭരിച്ചു. എന്നാൽ പുതിയൊരു ശക്തിയായി അവിടെ ഭാരത് ജനതാ പാർട്ടി വരുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി വരുമോ? നമ്മുടെ ഭാരതത്തെ നയിക്കുവാൻ ഭാരതത്തിൻ്റെ തലസ്ഥാനം നേടി ആരെടുക്കും? ജനങ്ങളോട് ചോദിക്കാം, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്. ആം ആദ്മി പാർട്ടി തന്നെ ജയിക്കുള്ളൂ. കാരണം എന്തൊക്കെയാണ് കാണുന്നത്? കാരണം BJPയുടെ കാര്യമൊന്നും അവിടെ നടക്കൂല. ആം ആദ്മി പാർട്ടി തന്നെ ജയിക്കൂടെ. ആ പാർട്ടി കൊണ്ട് തന്നെ എല്ലാ ഉപകാരങ്ങളും അവിടെ ഉള്ളൂ. എല്ലാ സഹായങ്ങളും കൊടുക്കുന്നു. വെള്ളത്തിനും കറണ്ടിനും ഒന്നും പൈസയില്ല. അയാളൊരു നല്ല മനുഷ്യനാണ്. അയാൾ തന്നെ ജയിക്കും. അല്ലാണ്ട് അവിടെ ഒന്നും BJPയുടെ കളിയൊന്നും നടക്കൂല. BJP തോറ്റു പോകുള്ളൂ. അയാൾ നല്ലൊരു മനുഷ്യനാണ്. അയാൾ ജയിലിലിട്ട് ആവശ്യമില്ലാണ്ട് നല്ലൊരു കാര്യമില്ലാണ്ട് പാവമാണ് അയാൾ. നല്ല മനുഷ്യനാണ് അയാൾ ജയിക്കും. കോൺഗ്രസിന്റെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? കോൺഗ്രസിനൊന്നും കിട്ടൂല അവിടെ. കോൺഗ്രസിന് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് സീറ്റ് കിട്ടും. BJPയുടെ കിട്ടാൻ പോണില്ല അവിടെ. ഏറ്റവും താഴേക്ക് പോകുന്ന പാർട്ടി ഏതായിരിക്കും? അത് താഴേക്ക് പോകുന്നത് BJP തന്നെയാണ്. ആം ആദ്മി പാർട്ടി തന്നെ ജയിക്കുള്ളൂ. AIP പിന്നെ ഇതൊന്നുമല്ല, കോൺഗ്രസ് ഒന്നുമല്ല. ആദ്യമായിട്ട് 1994 BJPയുടെ ഇലക്ഷൻ ആദ്യമായിട്ട് പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കണം, നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് 1994. ആ 94 ഇലക്ഷനിൽ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റി. മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു ഭാഗ്യം കിട്ടി. അന്ന് തുരുത്തിയിൽ ഉണ്ണികൃഷ്ണനായിരുന്നു ജില്ലാ പ്രസിഡൻ്റ് ഓർമ്മ. അങ്ങനെ ഞങ്ങൾ ഡൽഹി പോയപ്പോൾ ഡൽഹിയിൽ രോഹിണി സെക്ടർ 1 മുതൽ 4 വരെയും, അതുപോലെ മയൂർ വിഹാർ, അന്ന് നിന്ന ആൾക്കാരുടെ പേര് പറയുകയാണെങ്കിൽ ഒന്ന് മദൻലാൽ ഖുറാന, അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി. അതിനുശേഷം സാഹിബ് സിംഗ് വർമ്മ അവിടെയും പ്രവർത്തിച്ചു. തിമാപ്പൂരിൽ രാജേന്ദ്ര ഗുപ്ത, ജയ് ഭഗവാൻ, അങ്ങനെ 4 സ്ഥലത്ത് 4 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചു. അവിടെ മലയാളികളുടെ വോട്ട് ഉഷാ കൃഷ്ണകുമാറിനെതിരെയായിരുന്നു നമ്മളെ സ്ഥാനാർത്ഥി. പക്ഷെ നമ്മൾ ജയിച്ചു. അന്നത്തെ ഇലക്ഷനിൽ 70 സീറ്റിൽ 49 മേടിച്ച് BJP ആണ്. അപ്പോൾ പിന്നെ AIP എന്നാ വന്നേക്കണത്, ഭാരതീയ ജനതാ പാർട്ടി എന്നാ വന്നേക്കണത്. ഭാരതീയ ജനതാ പാർട്ടി ആ സമയത്ത് 7 അസംബ്ലി സീറ്റ്, പാർലമെൻറ്റ് സീറ്റിൽ 7 BJPയുടെ കയ്യിലാണ്. VP മൽഹോത്ര ആയിരുന്നു അന്നത്തെ BJPയുടെ അവിടുത്തെ MP. അങ്ങനെ പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ആദ്യമായിട്ട് ഡൽഹി രൂപീകരിച്ചപ്പോൾ, ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാന പദവി കൊടുത്ത്, അതിന് മുമ്പ് ലഫ്റ്റനന്റ് കേണൽ, ഇപ്പോഴും ലഫ്റ്റനന്റ് കേണലിൻ്റെ കീഴിൽ തന്നെയാണ്. എന്നാലും സ്റ്റേറ്റ് ആയിട്ട് വന്നപ്പോൾ ആദ്യം ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടി. അതിൽ മൊത്തം 70 സീറ്റ് 49 BJP മേടിച്ചത്. അതിനുശേഷം ഷീലാ ദീക്ഷിത് ഭരിച്ചില്ലേ, നല്ല മെജോറിറ്റിയായിട്ട് ഭരിച്ചല്ലേ. പിന്നെ ആപ്പ് എവിടെ വന്നത്? ആപ്പ് വരാനുള്ള ഉദ്ദേശം എന്താ? കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ. എന്നിട്ട് ആപ്പ് എന്താ കാണിച്ചത്? ജനങ്ങളെ ആപ്പ് വെച്ച് ആദ്യമായിട്ട് മനോജ് സിസോദി ജയിലിൽ പോയി. അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇയാളുടെ വലം കൈയാണ്. ഈ ആപ്പ് തുടങ്ങിയതിൽ ഒരാളാണ് മനോജ് സിസോദി. അത് കഴിഞ്ഞ് വേറൊരു മന്ത്രി, അദ്ദേഹം പോയി. ഒറിജിനൽ മുഖ്യമന്ത്രി എന്തിനാ പോയേക്കണത്? അഴിമതിയിൽ. പിന്നെ നിങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടം ആർക്ക് വേണ്ടിയായിരുന്നു? അപ്പോൾ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം BJPയെ തകർക്കുക. BJP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനത്തിന് ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് BJP എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആം ആദ്മി ജയിക്കോ? ഡൽഹിയിൽ ജയിക്കും. സാധ്യതകൾ എന്തൊക്കെയാണ് കാണുന്നത് ചേട്ടാ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അത്ര രാഷ്ട്രീയമൊന്നും അറിയാൻ പാടില്ല. എന്നാലും ആം ആദ്മി ജയിക്കും. അവിടെ കോൺഗ്രസിന്റെ ഭരണം കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്നു. കുറച്ചുകൂടി താമസിക്കും. ശരിയായുണ്ട്. കോൺഗ്രസിന് ഇത്തിരി താമസം ഉണ്ടാവും. BJP അടുപ്പിക്കും അവർ. BJPക്ക് കുറച്ച് സീറ്റൊക്കെ കിട്ടിയിരിക്കും. എന്തായാലും ഭരണം ആം ആദ്മിക്ക്. ഇത്തവണ കഴിഞ്ഞവണ വന്ന പാളിച്ച എന്ന് പറഞ്ഞാൽ 41% വോട്ട് അന്നും BJPക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2ാം സ്ഥാനത്തായിരുന്നെങ്കിലും 41% കിട്ടിയിരുന്നു. ആപ്പിന് മോർ ദാൻ 50 കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണ അത് വലിയൊരു പ്രതീക്ഷ ആപ്പിൽ വിശ്വസിച്ചുകൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്ത ഇതാണ്. ഇപ്പം മനസ്സിലായി. ഈ പറഞ്ഞ 4 5 മന്ത്രിമാർ പോലും അവര് ജയിലിനകത്തായി. അഴിമതി കൂമ്പാരത്തിലാണ് എല്ലാ അംഗങ്ങളുള്ളൂ. അത് മനസ്സിലാക്കി തൊട്ട് മുന്നേ 4-5 പേര് കാൻഡിഡേറ്റ് സ്ട്രോങ് ആയിട്ടുള്ള BJPയിലേക്ക് ചേർന്നിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് അറിയാം. ഇത് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്ത് ഉദ്ദേശത്തിലാണ്, നല്ലതിനാണോ, അതൊക്കെ വിലയും ജനങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണ്, അവർ മനസ്സിലാക്കും. അപ്പോൾ ഇത്തവണ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹചര്യമല്ല ഇപ്പോൾ പണ്ടത്തെ സാഹചര്യമല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്താണ് അഴിമതി, എവിടെയാണ് അഴിമതി, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായി. അതനുസരിച്ചാണ് ഇത്തവണ BJPയെ വോട്ട് ചെയ്യാൻ ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് തീർച്ചയായും ഞാൻ പറയേണ്ട കാര്യമില്ല,
വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇത്തവണ BJP അധികാരം. എൻ്റെ അറിവ് വെച്ചിട്ട് BJP സ്കോർ ചെയ്യുമെന്നാണ്. അങ്ങനെ BJP വിൻ ചെയ്യുന്നുള്ളതാണ്. BJP ഗുണകരമായ ഒരു പാർട്ടിയാണോ ഭാരതത്തിന് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുന്നത്? ശരിയല്ലേ, നമ്മൾ കാണണേല്ല മോഡിയുടെ പല ഗുണങ്ങളും കേരളത്തിൽ നമ്മൾ അനുഭവിക്കണം. അപ്പോൾ അത് അവർ തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്ഥാനം കോൺഗ്രസ് ആയിട്ട് മാറും. മൂന്നാം സ്ഥാനം. ഒന്നാം സ്ഥാനത്ത് BJP നല്ല ഭൂരിപക്ഷത്തോടുകൂടി അത് ഇനി അടുത്ത കേരളത്തിലും BJP നല്ല ഭൂരിപക്ഷത്തോടുകൂടി വരാൻ സാധ്യതയുണ്ട്. അടുത്ത വർഷം നടക്കുന്ന നിയമസഭയിൽ എത്ര സീറ്റ് കിട്ടും? BJP നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലും വരും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ.